ഹലോ ഓൾ, നിങ്ങൾ UPSC പ്രിപ്പറേഷൻ ചെയ്യുന്ന ആൾക്കാരാണോ? ഓപ്ഷണൽ എന്ത് ചൂസ് ചെയ്യണമെന്ന് സംശയമുണ്ടോ? ലോ ഓപ്ഷണൽ എന്നൊരു സാധ്യതയെ പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പക്ഷെ യു വിൽ ബി ഹാവിംഗ് എ ലോട്ട് ഓഫ് ഡൗട്ട്സ് അല്ലേ? പ്രോപ്പർ ഗൈഡൻസ് എവിടുന്ന് കിട്ടും? പ്രോപ്പർ ആയിട്ട് പഠിക്കാൻ പറ്റുമോ? നോൺ ലോ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഇത് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഇന്ന് നമുക്ക് ലോ ഓപ്ഷനില് നമ്മളെ കൊണ്ട് എടുക്കാൻ സാധിക്കുന്ന ഒരു സംഭവമാണോ എന്ന് നമുക്ക് നോക്കാം. പല ആൾക്കാർക്കും ലോ ഒരു പരിചിതമല്ലാത്ത ഓപ്ഷൻ ആവാനുള്ള കാരണം അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് ഇല്ല. മാത്രമല്ല പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും അതിനുള്ള ഫാക്കൽറ്റികളില്ല. അതുകൊണ്ട് തന്നെ അതിന് വേണ്ട വിധത്തിലുള്ള പ്രൊമോഷൻസ് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കുകയാണെങ്കിൽ 2023 കണക്കനുസരിച്ച് ഏകദേശം 14 തൊട്ട് 20% വരെയുള്ള കുട്ടികൾ ലോ ഓപ്ഷനിൽ എടുത്ത് UPSC പാസ്സായിട്ടുണ്ട്. ആ കണക്കിനെ പറ്റി പറയുകയാണെങ്കിലോ, ഇറ്റ് ഈസ് വെരി മച്ച് ഇൻട്രസ്റ്റിംഗ് ടു നോട്ട് ദാറ്റ് പബാക്, സോഷ്യോളജി, PSIR പോലെയുള്ള ഓപ്ഷനിലുള്ള കണക്കിനേക്കാളും വളരെയധികം കൂടുതലാണ്. അടുത്തത് ലോ ഓപ്ഷനെ പറ്റി പറയുന്ന ഒരു പ്രധാനപ്പെട്ട മിത്ത് എന്ന് പറയുന്നത് ലോ എടുക്കുന്ന ആൾക്കാർ മാത്രമേ ലോ ഓപ്ഷനിൽ സക്സസ്ഫുൾ ആവൂ എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ മൊത്തത്തിൽ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ ഡോക്ടർ നേഹ ജെയിൻ 2014 അദ്ദേഹം ഒരു BDS ഡോക്ടർ ആയിരുന്നു. എങ്കിൽ പോലും അവർക്ക് ലോ ഓപ്ഷനിൽ എടുത്ത് 14ാം റാങ്ക് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. മലയാളി കുട്ടികൾ എന്തുകൊണ്ട് ലോ ഓപ്ഷനിൽ എടുക്കുന്നില്ല? ഇവിടെ അതിനുവേണ്ടിയുള്ള ഗൈഡൻസ് ഇല്ല എന്നുള്ള ഒരു കാര്യം മാത്രമാണ് അതിനൊരു ഹിൻഡ്രൻസ് ആയിട്ട് വരുന്നത്. അടുത്തായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മിത്ത് ഇതിന്റെ സിലബസ് വളരെ ലെങ്തി ആണെന്നുള്ളതാണ്. ഒരുപാട് പേപ്പറുകളുണ്ട്, ഒരുപാട് ബുക്കുകളുണ്ട്. ഇവൻ ലോ ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികൾക്ക് വരെ വളരെയധികം ബുദ്ധിമുട്ടാണ് ലോ പഠിക്കാൻ എന്നുള്ള ഒരു ധാരണയുണ്ട്. കാരണം അവര് ലോ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ വിഷയം എടുത്താൽ അതിന് തന്നെ 5, 6, 7 ബുക്കുകൾ ഉണ്ടായിരിക്കും. അതിലേത് പഠിക്കണം, എന്ത് പഠിക്കണം എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഈ കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. നോൺ ലോ ബാക്ക്ഗ്രൗണ്ടിലെ കുട്ടികളാണ് കാണുന്ന എന്താണ്, സിനിമയിലും സീരിയലിലും എവിടെ ലോയെ പരാമർശിക്കുന്നോ അവിടുത്തെ വക്കീലിന്റെ മുറിയിൽ നിറച്ചു ബുക്കുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു മിത്ത് കാരണം തന്നെ പല ആൾക്കാരും ലോ എടുക്കുന്നില്ല. ലോയുടെ UPSC പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സിലബസ് നോക്കുകയാണെങ്കിൽ ഒരുപാടുണ്ടെന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാകും. പക്ഷെ എങ്കിൽ പോലും എല്ലാ വ്യക്തികൾക്കും പഠിച്ചു മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് പ്രൊസീജറൽ ലോസ് ഒഴിവാക്കിയുള്ള സബ്സ്റ്റാൻഡീവ് ലോസ് മാത്രമാണ് ലോയിലുള്ളത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ലോ ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഉണ്ട്, ഇന്റർനാഷണൽ ലോ ഉണ്ട്, IPC ഉണ്ട്. അതേപോലെ എല്ലാവർക്കും ഒറ്റ വായനയിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന പോലെയുള്ള ലോ. ഒരു പ്രോപ്പർ ഗൈഡൻസ് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ലോ പിടിച്ചാൽ കിട്ടത്തില്ലെന്ന് തന്നെ പറയാം. അടുത്തതായി കുട്ടികളെ തടയുന്ന ഏറ്റവും വലിയ കാര്യം ലോ എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആണ്, അത് വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്നുള്ളതാണ്. പക്ഷെ യാഥാർത്ഥ്യം എടുത്തു നോക്കുകയാണെങ്കിൽ ലോ പേപ്പറിന്റെ 2002 തൊട്ട് ഏകദേശം ഒരു 2022 വരെയുള്ള ഓപ്ഷണൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാൽ നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മനസ്സിലാകും ഏകദേശം 80% ക്വസ്റ്റ്യൻസും ഇതിൽ റിപ്പീറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് ഒരു പ്രോപ്പർ സ്ട്രക്ചറിങ്ങോടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ലോ ഓപ്ഷണൽ എന്ന് പറയുന്നത്. പിന്നെ ഇതിലെ പ്രധാന കാര്യം കറണ്ട് അഫയേഴ്സിനെ പറ്റി പറയുന്നതാണ്. ജനറൽ സ്റ്റഡീസ് 2 വേണ്ടിയും ജനറൽ സ്റ്റഡീസ് 3 വേണ്ടിയും നമ്മൾ പഠിക്കുന്ന കറണ്ട് അഫയേഴ്സ് മാത്രമുണ്ടെങ്കിൽ ലോ ഓപ്ഷനിൽ നമുക്ക് വാല്യൂ അഡീഷൻ ആഡ് ചെയ്യാനും സാധിക്കും. IPC പോലെയുള്ള നിയമങ്ങളൊന്നും അധികം ഡൈനാമിക് അല്ലാത്തതുകൊണ്ട് സുപ്രധാനമായ കേസ് വിധികൾ മാത്രം നമ്മൾ നോക്കിയാൽ മതിയാകും. അടുത്ത പ്രധാനമായുള്ള ഒരു കാര്യം ഒരുപാട് ലാറ്റിൻ മാക്സിംസും കേസിന്റെ പേരുകളും എല്ലാം കാണാതെ പഠിക്കണം എന്നുള്ള ഒരു ഇതാണ്. പക്ഷേ ലോ ഓപ്ഷന്റെ മൊത്തം ചരിത്രം എടുത്തു നോക്കിയാൽ തന്നെ അതിലെ ഓരോ സബ്ജക്റ്റിനും ഒരു 1-2 കേസ് ലോ കൊണ്ട് തന്നെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ ലാറ്റിൻ മാക്സിംസ് ഒക്കെ വെറും വാല്യൂ അഡീഷൻസ് മാത്രമാണ്. അത് പഠിച്ചാൽ നമുക്ക് നമ്മുടെ essay പേപ്പറിനും ജനറൽ സ്റ്റഡീസ് പേപ്പറുകൾക്കും എല്ലാം റൈറ്റിംഗ് സ്കിൽസിനെ ഇംപ്രൂവ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട ഒരു മിത്ത് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കണം, ഒരുപാട് കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യണം. സത്യം പറഞ്ഞാൽ പുസ്തകം വായിക്കണ്ട എന്നത് ഞാൻ പറയുന്നില്ല, പുസ്തകങ്ങൾ വായിക്കുന്നത് നല്ലതാണ്. പക്ഷെ നമുക്ക് പ്രോപ്പർ ആയ ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ക്ലാസ് നോട്ട്സ് തന്നെ ധാരാളമാണ് ഇത് പഠിക്കാൻ. കാരണം ഇത് ഒരുപാട് ഡൈനാമിക് ഒന്നും അല്ലാത്തത് കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ വളരെയധികം ഈസിയാണ്. പിന്നെ അതുപോലെ പറയാനുള്ളത് ഒരുപാട് കാര്യം ബൈഹാർട്ട് ചെയ്യണം, മെമ്മറൈസ് ചെയ്യണം എന്നുള്ള ഒരു പ്രശ്നമാണ്. പക്ഷെ ഒരു കാര്യം എടുത്ത് നോക്കിക്കേ, ഇപ്പൊ നമ്മൾ സോഷ്യോളജി എടുക്കുകയാണെങ്കിലും PSIR എടുക്കുകയാണെങ്കിലും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എടുക്കുകയാണെങ്കിലും ഒരുപാട് ഫിലോസഫേഴ്സിന്റെ പേരും ഒരുപാട് കാര്യങ്ങളും എല്ലാം നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ടി വരും. എന്നെ കാണുമ്പോൾ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, എന്റെ പൊന്നു വക്കീൽ ഈ IPCയിലൊക്കെ എത്ര സെക്ഷൻ, അത് മൊത്തം നമ്മൾ പഠിക്കണം. പക്ഷെ ഓപ്ഷന്റെ കാര്യം എടുക്കുമ്പോ എന്താ ഈ പറഞ്ഞ IPCയിൽ ഇതിന് മാത്രം സെക്ഷൻ ഒന്നും നമ്മൾ പഠിക്കേണ്ടെന്നേ. ആകെ പല കുറച്ച് സെക്ഷൻസ് ഫിക്സഡ് ആയിട്ട് വരുന്നുണ്ട്, അതെല്ലാ തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുകയും ചെയ്യും. സർപ്രൈസസിന്റെ എലമെന്റ് വളരെ കുറവായിട്ട് തന്നെ അത്രയും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ മോർ ദൻ ഇനഫ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇതിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് ഭയങ്കര ഓവർലാപ്പാണ്. ജനറൽ സ്റ്റഡീസ് 2 നമ്മളിപ്പോ ലക്ഷ്മികാന്ത് ഒക്കെ എടുത്തു വെച്ച് ഘോരം പഠിക്കാത്ത ഒരു UPSC ആസ്പിറന്റും ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷെ ഇപ്പത്തെ നമ്മുടെ UPSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ ലക്ഷ്മികാന്ത് മതിയാകുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് പോളിറ്റിക്ക്. ഇപ്പം പലതരത്തിലുള്ള ഇപ്പം നമ്മൾ ജനറൽ സ്റ്റഡീസിന്റെ പ്രിലിംസിന്റെ പേപ്പർ ആണെങ്കിലും GS2 പേപ്പർ ആണെങ്കിലും എടുത്തു നോക്കുകയാണെങ്കിൽ
ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പം ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 2020 ആ ഒരു ഏരിയയിലൊക്കെ അങ്ങനത്തെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതൊന്നും ലക്ഷ്മികാന്തിയിൽ നമുക്ക് കിട്ടത്തില്ല. പക്ഷെ ലോ ഓപ്ഷനിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ ഇത് പഠിക്കുന്നതോടെ ലോയുടെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എല്ലാം പഠിക്കും. അതുകൊണ്ട് തന്നെ GS2 നമുക്ക് സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറയ്ക്കാന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അടുത്തുള്ള ജനറൽ സ്റ്റഡീസ് 3 പേപ്പറുമായിട്ടുള്ള ഒരു യോജിപ്പാണ്. അപ്പൊ നമ്മുടെ ലോ ഓപ്ഷണൽ സിലബസിനകത്ത് കണ്ടംപററി ലീഗൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ ഏരിയ ഉണ്ട്. ആ ഏരിയക്കകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. IPR ഉണ്ട്, പിന്നെ അതുപോലെ സൈബർ ലോ ഉണ്ട്. ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് GS3യുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ്. അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് പുത്തനായിട്ടൊന്നും നോക്കാൻ നിൽക്കേണ്ട എന്നുള്ളതാണ് പ്രയോജനം. പിന്നെ അടുത്ത കാര്യങ്ങൾ നമ്മുടെ ആൻസർ റൈറ്റിംഗ് ആണ്. എത്തിക്സിനും SAയ്ക്കും ഒക്കെ യൂസബിൾ ആയിട്ടുള്ള ഒരുപാട് മാക്സിംസും ഒരുപാട് കേസ് ലോസും അതും എല്ലാം നമ്മൾ ഇതിനകത്ത് പഠിക്കും. ആ സംഭവങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ അത് മാത്രമല്ല ലോയ്ക്കകത്ത് എഴുത്തെന്ന് പറഞ്ഞ കാര്യം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നമ്മളൊരു സ്ട്രക്ചേർഡ് ടൈമിൽ ഫിക്സഡ് ടൈമിൽ സ്ട്രക്ചർ ചെയ്ത് ആൻസർ എഴുതി നമ്മുടെ മൊത്തത്തിലുള്ള ആൻസർ റൈറ്റിംഗ് സ്കില്ല് തന്നെ ഇമ്പ്രൂവ് ആക്കാൻ പറ്റും. കാരണം ഒരുപാട് കണ്ടന്റ് ഉണ്ട്, അതെങ്ങനെ ചുരുക്കി എഴുതണം എന്നുള്ളതാണ് ലോ ഓപ്ഷണലിന്റെ ആൻസർ റൈറ്റിംഗിന്റെ ഒരു സ്റ്റൈല്. അത് നമ്മൾ വൺസ് പഠിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള എല്ലാ പേപ്പേഴ്സിലും അതിന്റെ ഒരു ടാലന്റ് നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു വലിയ യൂസ് ആണ്. സോ പ്രധാനമായിട്ട് നമ്മുടെ ലോ ഓപ്ഷണൽ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ലോ പഠിച്ചവരെയും പഠിക്കാത്തവരെയും ഒക്കെ ലോയിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്ന ഇങ്ങനത്തെ കുറച്ച് ഫാക്ടേഴ്സ് ആണ്, ഇങ്ങനത്തെ കുറച്ച് മിത്തുകൾ. പിന്നെ അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളൊന്നും ലോയെ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു വലിയ പ്രശ്നം. കാരണം ഫാക്കൾട്ടി ഒന്നും കിട്ടാനില്ല, വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് എല്ലാവരും ലോയെ ഇങ്ങനെ താഴ്ന്നിട്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ കണ്ടല്ലോ ഇതിന് മാത്രം അഡ്വാൻറ്റേജസ് ഉള്ള ഇത്ര സൂപ്പർ ആയിട്ടുള്ള ഒരു പേപ്പറാണ് ലോ ഓപ്ഷണൽ. അപ്പൊ നിങ്ങളെയൊക്കെ എന്തിനാ ഇതിനെ തടയുന്നത്? യു ക്യാൻ സെർട്ടൻലി ഗോ ഫോർ ഇറ്റ് എന്നാണ് എന്റെ അഭിപ്രായം.